സോ എല്ലാവർക്കും ഹായ്. ഇത് നമ്മൾ ഇന്ന് അതായത് ഡിസംബർ 2-ാം തീയതി AUD JPY നമ്മൾ എടുത്തൊരു ട്രേഡാണ്. ഈ ട്രേഡ് എന്തുകൊണ്ട് എടുത്തു എന്നുള്ള ഒരു ബ്രേക്ക് ഡൗൺ ആയിരിക്കും ഈ ഒരു വീഡിയോ. സോ നമുക്കിതെല്ലാം ആദ്യം കളയാം. അതായത് നമുക്ക് ഈ ഒരു ബ്ലൂ ലൈൻ എന്നുള്ളത് മാർക്കറ്റിന്റെ ഓപ്പൺ ആയി ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത പ്രൈസ് ആണ്. പ്രൈസ് അതിനുശേഷം മുകളിലോട്ട് പോയിട്ടുണ്ട്, നല്ല അത്യാവശ്യം സ്ട്രോങ് ആയിട്ട് തന്നെ മുകളിലോട്ട് പോയിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ നമുക്ക് ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് തന്നിട്ടുണ്ട്. ഇവിടുത്തെ ലിക്വിഡിറ്റി എടുത്ത ശേഷം മാർക്കറ്റ് ഒരു സ്ട്രക്ചർ ബ്രേക്ക് തന്നു. നമുക്ക് തന്നു. അതിന്റെ കൂടെ നമുക്കൊരു ഫെയർ വാല്യൂ ഗ്യാപ്പും കൂടെ മാർക്കറ്റ് തന്നു. ഓക്കെ, നമ്മൾ എന്നിട്ട് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കിട്ടിയപ്പോൾ നമ്മൾ പിന്നെ വെയിറ്റ് ചെയ്ത് പ്രൈസ് തിരിച്ച് ഈ ഒരു ഇംബാലൻസിലോട്ട് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിലോട്ട് എത്താനാണ്. വൺസ് ആ പ്രൈസ് ഫെയർ വാല്യൂ ഗ്യാപ്പിലോട്ട് എത്തിയത് നമ്മൾ ചെറിയൊരു ടൈം ഫ്രെയിമിലോട്ട് പോയിട്ട് ഒരു കൺഫർമേഷൻ, ഒരു സ്ട്രക്ചർ ബ്രേക്കിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യും. നമുക്കൊരു ഇവിടെ കാണാം പ്രൈസ് ഫെയർ വാല്യൂ ഗ്യാപ്പിലോട്ട് എത്തി, അവിടെ നിന്ന് ഒരു സ്ട്രക്ചർ ബ്രേക്ക് നമുക്ക് തന്നു. നമുക്കൊരു സ്ട്രക്ചർ ബ്രേക്ക് നമുക്കൊരു സ്ട്രക്ചർ ബ്രേക്ക് കിട്ടിയത് നമ്മൾ ഫിബൊനാച്ചി ടൂൾ വെച്ച് ഈ ഒരു റേഞ്ച് മെഷർ ചെയ്തു. ഈ ഒരു ഹൈ തൊട്ട് ഈ ഒരു ലോ വരെ മെഷർ ചെയ്തു. ഓക്കെ, പിന്നെ നമ്മൾ പ്രൈസ് ഈ ഒരു OT സോണിൽ എത്താൻ വെയിറ്റ് ചെയ്യില്ലായിരുന്നു. നമുക്ക് കാണാം പ്രൈസ് ഈ ഒരു OT സോണിൽ എത്തിയതും നമ്മൾ പ്രൈസ് ഈ ഒരു OT സോണിൽ എത്തിയതും നമ്മൾ എൻ്റർ ചെയ്തു. ഒരു ഷോർട്ട് പൊസിഷൻ ആയിരുന്നു, എൻ്റർ ചെയ്തു. ഇതായിരുന്നു നമ്മുടെ എൻട്രി. ഇവിടെ നിന്നായിരുന്നു നമ്മുടെ എൻട്രി. നമ്മുടെ SL എന്ന് പറയുന്നത് 5 മിനിറ്റിന്റെ ഈ ഒരു ഹൈ, ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു സ്വിംഗ് ലോ, അതായത് ഈ ഒരു ലിക്വിഡിറ്റി ഏരിയയായിരുന്നു നമ്മുടെ ടാർഗറ്റ്. ഇതായിരുന്നു നമ്മുടെ എൻട്രി. നമുക്ക് 1:3.3 അത്യാവശ്യം ഡീസന്റ് ആയിട്ടുള്ളൊരു RR റേഷ്യോ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റി. സോ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ട്രേഡിന്റെ കാര്യങ്ങൾ. നമ്മൾ ഈ ഒരു ഫിബൊനാച്ചി ടൂളിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ടൊരു വാല്യൂസും കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് അതൊന്ന് എടുത്ത് നോക്കിയാൽ മതിയാവും.